അഖില, പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ വാട്സപ്പ് വഴി ഞാൻ 1-2 ദിവസമായി ഒരു തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷം നല്ല രീതിയിൽ പഠിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അത് പൂർണ്ണമായും തെറ്റാണ്, തട്ടിപ്പാണ് എന്നൊന്നും പറയുന്നില്ല. എനിക്ക് അങ്ങനെ അഭിപ്രായവും ഇല്ല. പക്ഷെ ഈ റീൽസ് കൊണ്ടുവന്നിട്ട്, അതായത് നിങ്ങളുടെ കാമുകി നിങ്ങളെ ബ്ലോക്ക് ചെയ്തോ, നിങ്ങൾ പരിഹാര മാർഗമുണ്ട്, നിങ്ങൾ നക്ഷത്രം അയച്ചു തരൂ, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ അയച്ചു തരൂ, നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ഫോട്ടോയൊക്കെ വെച്ച് ജോത്സ്യൻ ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോട്ടോ. അതേപോലെ നിങ്ങൾ കടം കൊടുത്ത പണം തിരികെ കിട്ടിയില്ലേ, കിട്ടാൻ മാർഗമുണ്ട്, മാർഗം പറഞ്ഞു തരാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാ, എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട്? അല്ല, ഒരു കണക്കിന് ഇത് ഒരു പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള, ആളുകളിൽ നിന്ന് പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം ഇതിനൊക്കെ ഒരു സഹായം ചോദിച്ച് ചെല്ലുന്നവരൊക്കെ മണ്ടന്മാരാന്നേ ഞാൻ പറയത്തുള്ളൂ, സത്യമായിട്ടും. കാരണം ഇപ്പോ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കുറെ റീലുകളാണ് വരുന്നത്. ഇതിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ഒരു ഇതുമില്ലാതെ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവര് നമ്പറൊക്കെ വെക്കുന്നുണ്ട്, ചിലപ്പോ നമ്പറൊക്കെ വെച്ച് വിളിക്കുന്ന ആൾക്കാർ, സഹായം ചോദിച്ച് വിളിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അല്ല, മാത്രമല്ല ഈ നമ്പറൊക്കെ ഒരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ വേറെ പല രീതിയിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ നമ്പർ അയക്കുന്ന പെൺകുട്ടികളുടെ നമ്പറൊക്കെയാണ് കിട്ടുന്നെങ്കിൽ ആ രീതിയിലും ദുരുപയോഗം ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഈ പിണങ്ങിപ്പോയ ഭാര്യനെ എന്തായാലും 100% നല്ല 90% ഭർത്താക്കന്മാരും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ അതിന് പുറകെ ഒന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടെ പ്രായമായ ആൾക്കാരായിരിക്കും ചിലപ്പോ ഇത്തരത്തിലുള്ള. ചിലത് കാണാറില്ലേ, എന്താ പറയാ, ഈ നക്ഷത്രക്കാർക്ക് ഭാര്യയോട് കൂടുതൽ സ്നേഹം, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഭർത്താവിനോട് കൂടുതൽ. അതുപോലെ തന്നെ അവിഹിതം ഉണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ, അവിഹിതക്കാർക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ആ ഏത് നക്ഷത്രക്കാരാണ് അവിഹിതത്തിലേക്ക് പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. കാരണം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു കൃത്യമായി പഠിച്ച് ചെയ്യുന്ന ആളുകളാണ്. അത് എത്രയോ വർഷം എടുത്തിട്ടാണ് അത് കൃത്യമായി പഠിച്ച് ചെയ്യുന്നത്. അങ്ങനെ നല്ല നല്ല രീതിയിലുള്ള ജ്യോതിഷ പണ്ഡിതന്മാരൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇതൊക്കെ പറയുന്നത് എന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ ഈ പണ്ട് ഉത്സവ പറമ്പിലൊക്കെ കൈരേഖ അല്ലെ, കൈനോട്ടക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അമ്മൂമ്മമാരൊക്കെ കൂടുതലായിട്ട്. അവർക്കൊരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവര് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ കല്യാണം കഴിയാത്ത ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്ന ആളുകളാണ് അവര്. മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടല്ലോ, കിട്ടും 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 എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ കൂടുതൽ കൊടുക്കും. അവരായിരുന്നു 100 രൂപയ്ക്ക് ഈ കൈനോട്ടത്തിനൊക്കെ എല്ലാരും മേടിക്കുന്നത്. 100 രൂപ 2 കാര്യം പറഞ്ഞിട്ട് പറയും ഇനി കൂടുതൽ, ഇനി അടുത്ത ഇത് വരാൻ പോകുന്നുണ്ട്, ആളുടെ പേര്, അതെനിക്ക് അനുഭവം ഉണ്ട്, ആളുടെ പേര് പറഞ്ഞുതരാം, ഒരു 100 രൂപയും കൂടെ കൊടുക്ക്, അന്നേ ആളുടെ പേര്. അത് സത്യത്തില് അവർ നോക്കട്ടെ, അവരങ്ങനെ ജീവിക്കുന്നു. പക്ഷെ ഇതൊരു ചെറുപ്പക്കാരാണ് കൂടുതലും. നിങ്ങളുടെ നമ്പർ തരൂ, ഞാൻ ആ പരിഹാരം ഉണ്ടാക്കി തരാം, കടം കൊടുത്ത പണം തിരികെ കിട്ടിയില്ലേ, നിങ്ങൾക്ക് അതിനുള്ള പരിഹാരമുണ്ട്. അവസാനം ഈ പുള്ളി എന്നെ കടം ചോദിക്കുമോ എന്നും കൂടെ അറിയില്ല. ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റയിലൊക്കെ നിറയുന്നത്. ഇതിനും പുറകെ പോകുന്ന ആൾക്കാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇവരിങ്ങനെ തന്നെ കുറെയൊക്കെ ഇടുവോ റീൽസ്. ചിലപ്പോൾ ചില ഇതിൽ കാണാൻ ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ ഇവരൊക്കെ. അപ്പൊ നമ്മുടെ ക്യൂരിയോസിറ്റിയാണ് ചൂഷണം ചെയ്യുന്നത്. ഇത് ലൈക്കിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ, അതോ പൈസക്ക് വേണ്ടിയാണോ എന്നറിയത്തില്ല. പൈസക്ക് വേണ്ടിയാണോ എന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെയൊന്നും ജ്യോതിഷ പണ്ഡിതനൊന്നും ഇങ്ങനെയൊന്നും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരാൾ ജനിച്ച സമയവും എന്താ പറയാ, അവരെ ഗൃഹനിലയും രാശി എന്നൊക്കെ പറ്റും, അവരുടേതായ കുറെ ഭാഷയുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ഒരാളുടെ കാര്യം. വിവാഹകാര്യമൊക്കെ ചില സമയത്ത് ഇവര് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് റീൽസിലൂടെയൊക്കെ. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടോ? റീൽസ് യൂട്യൂബില് ജ്യോതിഷം പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട്. അത് വർഷങ്ങളായിട്ട് ഈ രംഗത്തുള്ള ആളുകൾ ഇപ്പൊ എല്ലാവരും യൂട്യൂബ് ചാനലില്ലാത്ത ആരുമില്ല. ഞാനോ അഖില അങ്ങനെ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവർക്കും യൂട്യൂബ് ചാനലായി. അപ്പൊ ആ രീതിയിലുള്ള ആളുകളുണ്ട്, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ചില ആളുകൾ. പക്ഷെ ഇതൊക്കെ എന്താ പറയാ, ബ്ലോക്ക് ചെയ്ത കാമുകിയെ തിരികെ. അത് അങ്ങനെയല്ല, അത് ഞാൻ കഴിഞ്ഞിടക്ക് കണ്ട ഒരു റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ ഫോട്ടോ വെച്ചേക്കുക, ഫോട്ടോ വെച്ചിട്ട് അതിലിങ്ങനെ എഴുതി വെച്ചേക്കുക, ഇന്നത് ചെയ്താൽ ഇന്നത് ലഭിക്കും, ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ, എന്നിട്ട് നമ്പർ കൊടുക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്തെങ്കിലും ഒരു പാട്ടങ്ങ് കയറ്റിയിട്ടേക്കുക, അത് ലൈക്ക് ചെയ്യുക. അതിലത് കമന്റ് ആണ്, അതിനേക്കാളും കമന്റ് വായിക്കാൻ വേണ്ടി മാത്രം കുറെ പേര്. ഞാനൊരു കമന്റ് ഇപ്പൊ ഓർമ്മിപ്പിച്ച്, മാവൂർ റോഡിലെ ബ്ലോക്ക് മാറ്റി തരുമോ, കാമുകി ബ്ലോക്ക് ആക്കിയോ എങ്കിൽ അത് മാറ്റാനായിട്ട് പരിഹാരം അല്ലേ. അതെ, അപ്പൊ അങ്ങനെയുള്ള ഉടായിപ്പ് ടീംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാമുകി ബ്ലോക്ക് ചെയ്താൽ അവളോട്
കാര്യം പറഞ്ഞ് ശരിയാക്കി കൊണ്ടുവരാം, പക്ഷെ അല്ലെ കാമുകൻ ബ്ലോക്ക് ചെയ്താൽ ശരിയാക്കി കൊണ്ടുവരാം, നിങ്ങളുടെ നമ്പറൊന്നും ചുമ്മാ ഈ ഇൻസ്റ്റയുടെ ആയൊന്നും കൊണ്ടുപോയി കൊടുക്കണ്ട, അല്ലെങ്കിൽ ആർക്കും അല്ലെ വിളിച്ച് പറയോ സംസാരിക്കൊന്നും ആവശ്യമില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ ഇത്തരത്തിലുള്ള ഇതിലെ റീലുകളും ഒക്കെ കണ്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. തീർച്ചയായും ഈ രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദം അതിൽ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, അത് അവര് തമ്മിൽ തീർത്തോളുക. അവിടെ ഈ ജ്യോതിഷം എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾക്ക് എന്ത് കാര്യം